ഹലോ, നമസ്കാരം. അപ്പൊ ടൈൽ മാസ്റ്റേഴ്സ് തലശ്ശേരി കേട്ടോ. അപ്പൊ ഞാനേ ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സൈറ്റിൽ ചെയ്തിട്ട് ഒരു പ്രശ്നമായ കാര്യത്തെ കുറിച്ചാട്ടോ. അപ്പൊ നിങ്ങള് ഇതൊന്ന് വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. കാരണം ആരും ഇങ്ങനെ ഒരു കുടുക്കിലും കാര്യത്തിലൊക്കെ പെടാണ്ടിരിക്കുക. അപ്പൊ ഞാനിന്ന് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ടോ. അപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, നമ്മളിവിടെ ഒട്ടിച്ചേക്കുന്നതേ നാച്ചുറൽ ബ്രിക്കിന്റെ ടൈലാട്ടോ. നമ്മള് ക്ലേ ടൈൽസ് ആണ്, ഫുള്ള് ക്ലേ ആണ്. അപ്പൊ നമ്മള് ഈ ടൈൽ ഒട്ടിക്കുമ്പോൾ അങ്ങനെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. പക്ഷെങ്കിൽ നമ്മളിത് ഒട്ടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ കണ്ടോ, മഴവെള്ളം വീഴുന്ന സ്ഥലത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒട്ടിക്കരുത്. കാരണം നമ്മൾ എന്ത് ചെയ്താലും ചുമര് വെള്ളം എടുക്കുക, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ നമ്മൾ ഇതെല്ലാം നേരിട്ട് അനുഭവിച്ചതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അതെല്ലാം നമ്മള് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് നമ്മുടെ പൈസ നഷ്ടപ്പെടാണ്ടിരിക്കും. കാരണം ഇത് മെയിൻ്റനൻസ് ചെയ്ത് കൊണ്ടുപോകാൻ തന്നെ കുറേ പൈസ നമുക്ക് നഷ്ടം വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അപ്പോക്സി ഡയറക്റ്റ് ആയിട്ട് ചെയ്യേണ്ടി വരും. നമ്മൾ നോർമൽ അപ്പോക്സി ചെയ്യുന്ന പോലെ ചെയ്തുകൊണ്ട് കാര്യമില്ല. പിന്നെ അതുമല്ല, ഇത് നമ്മളിപ്പോൾ ക്ലിയർ കോട്ടും കാര്യങ്ങളൊക്കെ അടിച്ചാൽ തന്നെ എങ്ങനെ പോയാലും കുറെ കഴിയുമ്പോൾ ഫുള്ള് പായൽ പിടിച്ചിട്ട് കാണേണ്ട കോലവും പിന്നെ ചുമര് വെള്ളം എടുക്കാൻ തുടങ്ങും. അപ്പൊ നമുക്ക് ചെയ്യാം. ഇത് അകത്ത് നമ്മള് വീട്ടിന്റെ ഉള്ളിൽ അതുപോലെ മഴ നനയാത്ത സ്ഥലങ്ങളിലൊക്കെ നമുക്കിത് ചെയ്യാൻ പറ്റും കേട്ടോ. കഴിയുന്നതും പുറത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടിരിക്കുക. കാരണം ഇങ്ങനത്തെ ചെയ്യാം. വെട്രിഫൈഡിൽ വരുന്ന നമുക്ക് ഈ സെയിം ടൈൽസ് നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ ഇത് കണ്ടോ, ഇത് കറക്റ്റ് ക്ലേ ആണ്. ഇത് ചെയ്യുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ചെയ്ത് കഴിഞ്ഞ് കുറെ കഴിയുമ്പോൾ ഇത് കണ്ടോ, ക്രാക്കുകളും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അതിന്റെ ജോയിന്റ് കൂടെയൊക്കെ വെള്ളം ഇറങ്ങിയിട്ടേ ചുമര് ഫുള്ള് വെള്ളം എടുക്കും. ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ല. പക്ഷെ ഇതിപ്പോ നമ്മൾ 2 കൊല്ലം മുന്നേ ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ട് 2 കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പൊ വരുമ്പോ ഫുള്ള് പൂപ്പലെല്ലാം പിടിച്ച് ഇപ്പൊ അപ്പോക്സി ഇപ്പൊ അടുത്താ ചെയ്ത കേട്ടോ. പക്ഷെ ക്രാക്ക് കുറെ വന്നിട്ടുണ്ട്, വെയിൽ കൊള്ളുമ്പോ പൊട്ടുന്നുണ്ട്. അപ്പോ ഒന്ന് ശ്രദ്ധിക്കാം. ഇങ്ങനത്തെ ടൈൽസും കാര്യങ്ങളൊക്കെ നമ്മൾ വലിയ പൈസ കൊടുത്തിട്ടാണ് നമ്മൾ മേടിച്ചു കഴിഞ്ഞിട്ട് ഇതിന് അപ്പോക്സിക്ക് പൈസ കൊടുക്കണം, പിന്നെ ക്ലിയർ അടിക്കാൻ പൈസ കൊടുക്കണം. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച ഒരു ഗുണം കിട്ടുന്നില്ല. നമുക്ക് വീട്ടിന് ദോഷമായിട്ടാണ് വയ്ക്കുക. കാരണം ഇത് വെള്ളം ഉള്ളിലേക്ക് വലിച്ചിട്ടേ ചുമര് വെള്ളം എടുത്തിട്ട് പിന്നെ താഴേക്ക് ഇറങ്ങും, വാർപ്പ് ലീക്ക് വരാം. അങ്ങനെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കുക. നമ്മൾ വെട്രിഫൈഡ് ടൈൽസ് ആണെങ്കിൽ നമുക്ക് ഒന്നും പേടിക്കണ്ട. അപ്പോക്സി ചെയ്താൽ പിന്നെ വെള്ളവും കാര്യങ്ങളൊന്നും എടുക്കില്ല. ഇതുപോലത്തെ ശരിക്കും ക്ലേ ടൈൽസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കണം. നമ്മളിപ്പോ നമ്മുടെ ഇതാണ്ടോ, ഇതാ മേലെ നിന്ന് നമുക്ക് ഞാൻ അവിടെ നിന്ന് ഒരു 2 ഇഞ്ചിന് ടൈല് പുറത്തേക്ക് വെച്ചു. കാരണം ഡയറക്റ്റ് വെള്ളം വീഴാണ്ടിരിക്കാൻ. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല. ഈ ചാറ്റിലടിക്കുന്ന വെള്ളവും കാര്യങ്ങളൊക്കെ ഈ ടൈൽസ് കുടിച്ചിട്ട് ചുമര് വെള്ളം എടുത്തിട്ട് താഴേക്ക് ലീക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് ചെയ്തിട്ട് അതിനൊരു ഗുണമില്ലാണ്ടാവുന്നു. അപ്പൊ അതുകൊണ്ട് കഴിയുന്നതും ഇങ്ങനത്തെ ഇതെല്ലാം നമ്മൾ, അല്ലെങ്കിൽ പിന്നെ വെള്ളം നനയാത്ത വിധത്തിലുള്ള സ്ഥലത്ത് നമുക്ക് കുറച്ച് സ്ലാബൊക്കെ മുകളിലത്തെ സ്ലാബെല്ലാം പ്രൊജക്ട് ചെയ്ത് വെച്ചിട്ട് വെള്ളമൊന്നും നനയാത്ത പോലെ ആണെങ്കിൽ പ്രശ്നമില്ല. അല്ലെങ്കിൽ നമ്മുടെ പൈസ വെറുതെ ഒരുപാട് നഷ്ടപ്പെടും. ഈ വീട്ടുകാരന്റെ അവസ്ഥ അതാണ്. കാരണം അത്രയും ആഗ്രഹിച്ച് ചെയ്തിട്ട് ഓരോരോ പ്രശ്നങ്ങൾ വരുന്നു ഈ ടൈൽസ് ഒട്ടിച്ചോണ്ട്. കാരണം ഒന്നും ചെയ്യാൻ പറ്റൂല. ഇത് ഓട്ടോമാറ്റിക്കലി വെള്ളം വീഴും, വെള്ളം കുടിക്കും, ഉള്ളിലെ കല്ല് വെള്ളം എടുക്കും, താഴേക്ക് ഇറങ്ങും, താഴെ അടിയിൽ പൂപ്പൽ വരും. നമ്മൾ എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല. അപ്പോൾ നമ്മുടെ പൈസ പോകാണ്ട് നമുക്ക് നല്ല രീതിക്ക് ചെയ്യാൻ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ചെയ്യാം. നമ്മളിത് ചെയ്യുന്ന സമയത്ത് നമ്മൾ വേറെ വീടുകളിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഇതുപോലെ ഇത്രയും കൊല്ലം നമ്മൾ ഇട്ടിട്ടില്ല. നമ്മൾ കൈയോടെ ചെയ്തു പോന്നിട്ട് പിന്നെ അവർക്ക് എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാൻ പറ്റും. ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിട്ട് 2 കൊല്ലായി. അപ്പൊ അതുകൊണ്ട് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോതാ ഈ സൈഡിൽ നിന്ന് കണ്ടോ, അതിന്റെ അപ്പുറം ഒട്ടിച്ചതാണ്. അപ്പോ അവിടെ വെള്ളം എടുക്കുന്നോണ്ടാണ് ഈ സൈഡില് വെള്ളം എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ജോയിന്റ് അപ്പോക്സ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ആ ടൈൽസ് നനഞ്ഞിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ കഴിയുന്നതും ഇങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ, നനയാത്ത ഭാഗങ്ങളിൽ കുഴപ്പമില്ല, നനയുന്ന സ്ഥലങ്ങളിൽ കഴിയുന്നതും ഇങ്ങനെയുള്ള മണ്ണിന്റെ ക്ലേന്റെ ടൈലൊക്കെ ഒഴിവാക്കുക. വെട്രിഫൈഡ് വെച്ചോ പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. വെട്രിഫൈഡ് ടൈലാകുമ്പോൾ വെള്ളം എടുക്കില്ല, ഇതാകുമ്പോൾ വെള്ളം എടുക്കും. പക്ഷെങ്കിൽ ഇതിന് പ്രൈസ് കുറവുണ്ട്. അതുകൊണ്ട് ഇതിന് ഒരു പീസിന് 10 റുപ്യ ഉള്ളൂ. വെട്രിഫൈഡിലാകുമ്പോൾ ഒരു 30 റുപ്യെങ്കിലും വരും. അപ്പോൾ ആ ഒരു വ്യത്യാസത്തിൽ എടുക്കുമ്പോൾ ഇങ്ങനെയുള്ള ചെറിയ പണികൾ നമുക്ക് വലിയ പൈസ നഷ്ടം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ.
ഓക്കെ, അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം, കാണാം. ഓക്കെ.